വയനാട്ടിൽ വീണ്ടും ഭീതി പരത്തി മറ്റൊരു കടുവ. പയ്യമ്പള്ളി കുറുക്കൻമൂലയിൽ കടുവ വളർത്തുനായെ പിടികൂടി. ഇന്നലെ രാത്രിയാണ് പ്രദേശവാസിയായ കാവേരിപ്പൊയിൽ ലക്ഷ്മിയുടെ വളർത്തുനായെ കടുവ പിടികൂടിയത്. ദീപക് മോഹൻ ചേരുന്നു ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നും. ദീപക് മോഹൻ, ഒരു കടുവ പോയപ്പോൾ വീണ്ടും മറ്റൊരു കടുവയോ? കടുവ തന്നെയാണ് പിടിച്ചതെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കാറായോ? അരുൺകുമാർ, ഇന്നലെ രാത്രിയാണ് ഈ കുറുക്കൻമൂല, പയ്യമ്പള്ളി കുറുക്കൻമൂലയ്ക്ക് അടുത്തുള്ള കാവേരിപ്പൊയിലിൽ രാത്രി 8:30 ഈ പ്രദേശവാസികൾ കടുവയെ കണ്ടത്. ഈ കാവേരിപ്പൊയിലുള്ള രാജു, ലക്ഷ്മി, ഇവരുടെ വീടാണ് ഈ പുറകിൽ കാണുന്നത്. ഇതിന് സമീപത്തായി ഇവിടെയാണ് ഇവർ കടുവയെ ഇന്നലെ കണ്ടതെന്നാണ് പറയുന്നത്. ഇന്നലെ എന്താണ് സംഭവിച്ചത് രാജു? ഇന്നലെ ഒരു 8 മണിയാകുമ്പോൾ പട്ടിക്ക് ചോറ് കൊടുത്ത്, ഞങ്ങൾ പട്ടീനെ കൂട്ടിലിടുന്നതാണ്. അപ്പോൾ പട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പട്ടീനെ തുറന്നു വിട്ട് കൂട്ടിൽ കയറ്റിയിട്ട് ഞങ്ങൾ കിടന്നുറങ്ങുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ് കയറി കിടക്കാനാകുമ്പോൾ കൂട്ടിൽ കയറ്റിയിട്ട് അങ്ങ് കിടക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം കൂട്ടിൽ ഇരിക്കുന്നല്ലേ, കുറച്ച് നേരം കളിച്ച് നടക്കട്ടെ എന്ന് ഓർത്ത് അന്നേരം പട്ടിക്കുഞ്ഞ് അവിടെ നിന്ന് ഈ മുറ്റത്ത് നിന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. അന്നേരം ഞങ്ങൾ ഈ തീ കൂട്ടി ഇരുന്നു. പട്ടിക്കുഞ്ഞ് വരെയെന്ന് വെച്ച് കേട്ടിട്ട് ഞാൻ പിന്നെ വിചാരിച്ച് നമ്മുടെ പട്ടിക്കുഞ്ഞിനെ വേറെ പട്ടി വന്ന് കടിക്കുന്നതായിരിക്കും എന്ന് ഓർത്തിട്ട് ടോർച്ച് എടുക്കാണ്ട് ഞാൻ മുറ്റത്തേക്ക് ഓടി. അപ്പോൾ ചെറിയ മോൻ പറഞ്ഞ് അച്ഛ അവിടെ നിന്നല്ല പുറകിൽ നിന്ന് എച്ച കെട്ടതെന്ന് പറഞ്ഞ്. അന്നേരം പെണ്ണുങ്ങൾ ടോർച്ച് എടുത്ത് ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് അടിച്ചു നോക്കുമ്പോൾ കടുവ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് തൊട്ടടുത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഓടി വാ, ഇതാ കടുവ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരുമ്പോൾ ആ ഇല്ലി മറിയത്ത് മറിഞ്ഞു പോയി. പിന്നെ ഇവളാണ് ഇവിടുന്ന് കണ്ടു എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ ലക്ഷ്മി നമ്മളോടൊപ്പം ചേരുകയാണ്. എവിടുന്നാണ് ചേച്ചി കടുവ കണ്ടത്? ഇതാ ഇവിടുന്ന്. അപ്പോൾ ഞാൻ പട്ടിക്കുട്ടി കരയിൽ നിന്നിട്ടാണ് ഓടി വന്നത്. അപ്പോൾ ചേട്ടൻ മുന്നിലോട്ട് ഓടി, ഞാൻ പിന്നെ പുറകിലോട്ട് ഓടി വന്നപ്പോഴാണ് ഇവിടെ നിന്നിട്ടാണ് ടോർച്ച് അടിക്കുന്നത്. ആ വെട്ടത്തിലാണ് കടുവ അവിടെ നിൽക്കുന്നത് ശരിക്കും കണ്ടത്. കണ്ടിട്ട് ആ ഇല്ലിൻ്റെ അങ്ങോട്ടേക്ക് കയറിയിട്ടാണ് കുറച്ചപ്പുറം ആ വഴിയിൽ അവിടെ ചെന്നിട്ടാണ് പട്ടിക്കുട്ടീനെ പിടിച്ചിട്ട് കയറിപ്പോയി. ഫോറസ്റ്റുകാർ അറിയിച്ചു. അവരറിയിച്ചു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ വന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പറഞ്ഞു. അവർ നമ്പറൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ മെമ്പറെ വിളിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവരാണ് അവിടെ വിളിച്ച് പറഞ്ഞത്. എന്നിട്ടാണ് അവർ വന്നത്. എന്നിട്ട് പറഞ്ഞു പിന്നെ ഇനി കടുവേനെ കാണുവാണെങ്കിൽ ഒച്ച കേൾക്കുവാണെങ്കിലോ അല്ലെങ്കിൽ കാൽപ്പാടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവരൊരു 11 മണിയായപ്പോഴാണ് ഇവിടുന്ന് പോയേ. ഇവിടെ കണ്ടിട്ടുണ്ട്. അതാ ഈ ഭാഗത്തായിട്ടാണ് കടുവേനെ കണ്ടത്. അപ്പോൾ ആ ചെറിയ മോനാണ് എനിക്ക് കാണിച്ചത്. അമ്മേ മാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ വന്ന് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ അത് മാനല്ല പട്ടിപ്പുലിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെ പതുങ്ങിയിരിക്കുന്ന കാരണം എനിക്ക് ശരിക്കും കാണുന്നില്ല. പിന്നെയാണ് നോക്കുമ്പോൾ അത് എണീക്കുമ്പോഴാണ് ശരിക്കും കടുവയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോഴത്തേക്ക് ഞാൻ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ വരുത്തേക്ക് അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആ വഴിക്കാണ് അത് പാസ് ചെയ്യുന്നത്. അപ്പോഴാണ് പിന്നെ കടുവ വന്നപ്പോൾ ഞങ്ങളെ പട്ടി ഉണ്ടായിരുന്നു. പട്ടി കുറച്ചപ്പോഴത്തേക്ക് തിരിച്ച് അത് ആ മലയിലോട്ട് തന്നെ കയറിപ്പോയി. അരുൺകുമാർ, ഈ മേഖല എന്ന് പറയുന്നത് 2 വർഷങ്ങൾക്ക് മുൻപ് കുറുക്കൻമൂലയിൽ കടുവയിറങ്ങി നിരവധി വളർത്തുമൃഗങ്ങളെ പിടികൂടിയിരുന്നു. അന്ന് വനംവകുപ്പ് ഈ മേഖലയിലൊക്കെ വിശദമായി തിരച്ചിൽ നടത്തിയിരുന്നു. അന്ന് ആ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നമുക്ക് ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയിലേക്ക് പോവാം. ഇത് ജനവാസ മേഖലയാണ്. ഈ ഭാഗത്ത് ഈ കാവേരിപ്പൊയിലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് വനാതിർത്തിയുണ്ട്. പക്ഷേ ഈ മേഖലയിലൊന്നും അടിക്കാടുകൾ വെട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കടുവ പോലുള്ള വന്യമൃഗങ്ങൾ ഇവിടെ പതുങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കാണില്ല. സാധാരണക്കാരായ ആദിവാസി വിഭാഗങ്ങളിൽ ഉൾപ്പെടെയുള്ള കർഷകരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അല്ലേ ദീപക്? അവിടെ രാത്രിയും ഇവർ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ പറ്റും. ഈ കുട്ടികളൊക്കെ കളിക്കാൻ പോകുന്നതിനും ഒക്കെ ഇപ്പോൾ പേടിയായി കാണുമല്ലോ. അതായത് അരുൺകുമാർ, ഈ കുട്ടികളാണ് ഒരു പ്രാവശ്യം കടുവയെ കണ്ടത്. കടുവയെ കണ്ടല്ലേ? അന്ന് ഞാൻ വൈകുന്നേരം അവിടെ നിൽക്കുമ്പോൾ കടുവ ഇറങ്ങി ഇവിടേക്ക് വരുക. അങ്ങനെ ഞാൻ അമ്മനെ വിളിച്ചു, മാനാ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു മാനല്ലാതെ കടുവയാ പറഞ്ഞു. അങ്ങനെ അത് നേരെ ഇങ്ങോട്ട് ഇറങ്ങി. പട്ടി അരച്ചപ്പോൾ കയറിപ്പോയി. അരുൺകുമാർ, ഈ കുട്ടികളൊക്കെ കടുവയെ കണ്ടിട്ടുണ്ട്. വനംവകുപ്പുകാരെ വിവരം അറിയിച്ചിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഫെൻസിങ് ഇല്ല എന്നതാണ്. ഫെൻസിങ് ഉണ്ടോ അവിടെ? ഈ ഭാഗത്ത് ഫെൻസിങ് ഉണ്ട്, ഈ ഭാഗത്തില്ല. അത് പഴയ കാലത്തുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. ഇപ്പോൾ രാത്രിയിൽ നിങ്ങൾ ഈ ഭാഗത്ത് മാനുകളൊക്കെ കൂടുതൽ കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു സൂചന കിട്ടിയത് കടുവ ഉണ്ടോ? അതെങ്ങനെയാണ് നിങ്ങൾക്ക്? അത് ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ മാന് ഒരു ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടാവും. എന്തായാലും ഈ കടുവ ഉണ്ടെങ്കിലേ ഈ സാധനം ഈ പുറത്തേക്ക് ഇറങ്ങുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങില്ല. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് നമ്മുടെ തൊട്ടടുത്താണല്ലോ തൊഴുത്ത്. അപ്പോൾ എനിക്ക് ഞാനൊരു 2-3 ദിവസമായി ഇവിടെ നടന്ന സംഭവം അറിഞ്ഞപ്പോൾ
ഉറക്കൊന്നുമില്ല. ഈ ചീരയൊക്കെ വന്നിട്ട് മാന് തിന്നുന്നു. ആ ചീരെല്ലാം ഇതാ മൊത്തം ചീരെല്ലാം നിന്നിട്ട് പോയല്ലോ. ആ സംശയമുണ്ട്, കടുവ ഇവിടെ ഉണ്ട്, ഇതിൽ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ടാണ് ഞാൻ രാത്രി ഒരു 10-12 മണി വരെ ഒന്ന് വച്ചിട്ടിട്ടെല്ലാം ടോർച്ച് അടിച്ചെല്ലാം നോക്കിയിട്ട് കയറി കിടക്കുള്ളൂ. എന്തായാലും ഭീതി പരത്തുകയാണ് മറ്റൊരു കടുവ കൂടി. താങ്ക് യു ദീപക്. കുട്ടികളാണ് കണ്ടത്, അവർ പറയുന്ന കേട്ടില്ലേ, ഞങ്ങൾക്ക് ഉറക്കം പോലും ഇല്ലാതായി എന്നൊരവസ്ഥയിലാണ് മലയോര മേഖലയിലെ വയനാട്ടിൻ മേഖലയിലുള്ള മനുഷ്യരുടെയൊക്കെ ഒരു അവസ്ഥ ഇതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സർക്കാർ ബാക്കി ഫെൻസിങ്ങുകൾ കൂടി ചെയ്യുക. ഇപ്പോൾ കോമ്പിങ് നടക്കുന്നുണ്ട് 3 ദിവസത്തേക്ക്. രണ്ടാമത്തെ ഒരു കടുവ കൂടി ഇറങ്ങി എന്ന വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.